ഇവിടെയും ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് നിലമ്പൂരിൽ മാത്രമല്ല, 140 മണ്ഡലത്തിൽ. ഖജനാവിൽ പൈസ ഇല്ലാത്ത സമയത്ത് വലിയ കെട്ടുകാഴ്ചകൾ, നവകേരള സദസ്സ് പോലെയുള്ള, ലോക കേരള സഭ പോലെയൊക്കെയുള്ള വെറും ധൂർത്തും ആർഭാടവും ആ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാത്തതുമായ പല പരിപാടികൾ നടത്തും. ഇതിനോടൊക്കെ ജനങ്ങൾക്ക് വലിയ വിപ്രതിപത്തിയുണ്ട്. ഇപ്പം അൻവറിന് കിട്ടി 20,000 വോട്ട് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അത് സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട SDPI-കാരുടെ വോട്ട്. അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ വളരെ കുറവ് വോട്ടാണ് ഇത്തവണ കിട്ടിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും വെച്ച് അദ്ദേഹത്തെ ഈ മുന്നണിയിൽ ഒരു മുന്നണിയിലും എടുക്കാൻ പറ്റില്ല. LDF-കാർ അദ്ദേഹത്തെ ഈ 9 കൊല്ലം എങ്ങനെ സഹിച്ചു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ പിന്തുണ പല തെരഞ്ഞെടുപ്പുകളിലും UDF-ന് കിട്ടിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ LDF-ന് കിട്ടിയിട്ടുണ്ട്. ഗോവിന്ദൻ മാഷ് പറഞ്ഞതിൽ വസ്തുതാപരമായിട്ട് ഒരു തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞപ്പോൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് സത്യം. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF ആവേശകരമായ വിജയം നേടി. പക്ഷേ അത് അവർക്ക് എത്രത്തോളം പ്രതീക്ഷിച്ച വിജയമായി മാറി എന്നുള്ള ചർച്ച സജീവമായി തന്നെ നടക്കുകയാണ്. ഇതിനിടയിൽ ഇടതുപക്ഷത്തിൽ വലിയ ചർച്ച നടക്കുകയാണ്. MV ഗോവിന്ദൻ്റെ പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങൾ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ജാതി സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നടത്തിയ അല്ലെങ്കിൽ അവരുടെ ഭാഗമായി ഉയർന്നു വന്ന വാർത്തകളും വിവാദങ്ങളും ഇപ്പോഴും കെട്ടടങ്ങാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDF-നെ ശക്തിപ്പെടുത്തുകയാണോ അതോ അവർക്ക് മുന്നിലേക്ക് കൂടുതൽ വെല്ലുവിളികൾ എറിഞ്ഞു കൊടുക്കുകയാണോ? ഇടതുപക്ഷം ഏത് തരത്തിലുള്ള മാറ്റത്തിലേക്കാണ് പോകേണ്ടത് പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ UDF-ന് ജയമുണ്ടായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഏത് തരത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകല്ല. കാര്യം 8 മാസങ്ങൾക്കകം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, പുതിയ സർക്കാർ വരും, നമുക്കറിയാം. അതിനു മുമ്പായിട്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടക്കും, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേവലം 3 മാസത്തിനകത്ത് അല്ലെങ്കിൽ 4 മാസത്തിനകത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ടാവും. ഇതിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാറുള്ളത്. ചിലപ്പോഴൊക്കെ ചില്ലറ വ്യത്യാസങ്ങളുണ്ടായിട്ട്, പക്ഷേ ആത്യന്തികമായിട്ട് ഫലം ഏറെക്കുറെ അതുപോലെ തന്നെയായിരിക്കും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ തുടങ്ങിയത് 1995-ലാണ്. ആ 96-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അതേ റിസൾട്ട് ഉണ്ടായി. പിന്നീട് അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടായി എന്ന് പറയുന്നത്, ചെറിയൊരു സവിശേഷത ഉണ്ടായി എന്ന് പറയാവുന്നത് 2011-ൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് UDF തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ 2010-ൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിന് തൊട്ട് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. നേരിയ വ്യത്യാസത്തിലേ UDF-ന് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കുകയും പിന്നീട് അദ്ദേഹം സീറ്റ് വാങ്ങിച്ച് വീണ്ടും മത്സര രംഗത്ത് വരികയും ചെയ്തപ്പോൾ ഉണ്ടായ വലിയൊരു ആവേശം. അത് തിരുവിതാംകൂർ ഭാഗത്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ അരൂര് തൊട്ട് ആറ്റിങ്ങൽ വരെയുള്ള ഭാഗത്ത് അത് വളരെ പ്രകടമായിട്ട് കാണുകയുണ്ടായി. പിന്നെ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് UDF-ൻ്റെ ഒരു വലിയ ജനമുന്നേറ്റ യാത്ര, മറ്റൊരു പേരുള്ള ഒരു യാത്ര ശ്രീ ഉമ്മൻചാണ്ടി നയിച്ച് കാസർഗോട്ട് ഏതാണ്ട് തൃശ്ശൂരെത്തിയപ്പോഴാണ് ബാലകൃഷ്ണപിള്ളയെ സുപ്രീം കോടതി ശിക്ഷിച്ചത്. അപ്പോൾ അത് ഇവർക്ക് വലിയ മുന്നണിക്ക് വലിയ തിരിച്ചടി. ബാലകൃഷ്ണപിള്ള ജയിലിലേക്ക് പോയി. യാത്ര തീരുന്നതിന് മുമ്പ് പിള്ള ജയിലിലെത്തി. രണ്ടാമത് കുഞ്ഞാലിക്കുട്ടിക്കെതിരായ അഴിമതി, ഈ പഴയ ലൈംഗിക ആരോപണം ആവർത്തിച്ചു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ, ഈ ഒളിക്യാമറ ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നു. കോടതിയെ സ്വാധീനിച്ചിട്ടാണ് കുഞ്ഞാലിക്കുട്ടി തടി രക്ഷിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ മൊത്തത്തിൽ UDF-ന് വലിയ പ്രതിച്ഛായ നഷ്ടം സംഭവിച്ചു. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആ വിജയം ആവർത്തിക്കാൻ പറ്റാതെ പോയി. അല്ലെങ്കിൽ നേരിയ വ്യത്യാസത്തിൽ മാത്രമേ ജയിച്ചു. സാധാരണഗതിയിൽ ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ആവർത്തിച്ചോളം നിർബന്ധമൊന്നുമില്ല, അങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷേ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ അതാണ് സംഭവിക്കുക. ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമില്ല. ഉപതെരഞ്ഞെടുപ്പിന് പൊതുവെ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുകയില്ല.
അത് ഇത്തവണയും അങ്ങനെ സ്വാധീനം ചെലുത്താൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിലമ്പൂർ UDFിൻ്റെ ഒരു കോട്ടയാണ്. അവിടെ PV അൻവറിനെ നിർത്തി കഴിഞ്ഞ 2 പ്രാവശ്യം ജയിച്ചു എന്നുള്ളത് ശരിയാണ്. അൻവർ ആയതുകൊണ്ടും ധാരാളം പണം ചെലവഴിച്ചതുകൊണ്ടും പിന്നെ കോൺഗ്രസിനകത്ത് തന്നെയുള്ള പടലപ്പിണക്കങ്ങൾ കൊണ്ടും മുസ്ലിം ലീഗിൻ്റെ സഹായം കോൺഗ്രസിന് ആവശ്യമുള്ള തോതിൽ കിട്ടാത്തതുകൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിച്ചത്. ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് യാതൊരു പ്രാധാന്യമില്ല എന്നുള്ളതല്ല. ഇവിടെയും ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് നിലമ്പൂരിൽ മാത്രമല്ല, 140 മണ്ഡലത്തിലുണ്ട്, ഏറെയും കുറഞ്ഞുമുണ്ട്. അത് ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് ചുരുക്കപ്പെടുന്നത് ശരിയല്ല. ഭരണവിരുദ്ധ വികാരമുണ്ട്, പ്രത്യേകിച്ചും സർക്കാരിൻ്റെ അഴിമതിയെക്കുറിച്ച്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് കെടുകാര്യസ്ഥതയെക്കുറിച്ചും ഈ മന്ത്രിമാരുടെ കഴിവില്ലായ്മയെക്കുറിച്ചും ജനങ്ങളുടെ ഇടയിൽ ഇവരുണ്ടാക്കിയ ഒരു വലിയ വിപ്രതിപത്തിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പല കാര്യങ്ങളും സർക്കാരിന് ചെയ്യാൻ പറ്റാത്തതുണ്ട്, സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. തീരെ മോശമാണ് ഭരണം എന്ന് എനിക്ക് പോലും അഭിപ്രായമില്ല. പക്ഷേ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാമായിരുന്നു. മുൻ മന്ത്രിസഭകളിലുണ്ടായിരുന്ന പരിചയസമ്പന്നരായ ആളുകളെ ഒഴിവാക്കി തീരെ അപ്രാപ്തരായ ആളുകളെ മന്ത്രിമാരാക്കി. ഇപ്പോൾ V. ശിവൻകുട്ടി, അല്ലെങ്കിൽ വീണ ജോർജ്, അതല്ലെങ്കിൽ R. ബിന്ദു, ധനകാര്യമന്ത്രിയുടെ സ്ഥാനത്ത് ബാലഗോപാൽ, ഇങ്ങനെയൊക്കെയുള്ള പ്രതിഭാശാലികളെ കൊണ്ടുവന്നപ്പോൾ തന്നെ സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് വലിയ ക്ഷീണം സംഭവിച്ചു. ഇവർ അഴിമതിക്കാരാണെന്നുള്ള അർത്ഥത്തിലല്ലേ നമ്മൾ, ഇവരൊക്കെ അപ്രാപ്തരായിട്ടുള്ള ആളുകൾ. അപ്പോൾ പ്രാപ്തരായ ആളുകളെ മാറ്റി അപ്രാപ്തരായ ആളുകളെ കൊടുക്കും. അതൊരു വലിയ ക്ഷീണം തന്നെയാണ്. പൊതുമരാമത്ത് വകുപ്പിലാണെങ്കിലും ആരോഗ്യ വകുപ്പിലാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ ആണെങ്കിൽ ഇത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കില്ലേ ഈ സാംസ്കാരിക മന്ത്രിയുടെയൊക്കെ ചില പ്രസ്താവന. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ വെറുപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നെ ഖജനാവിൽ പൈസ ഇല്ലാത്ത സമയത്ത് വലിയ കെട്ടുകാഴ്ചകൾ, നവകേരള സദസ്സ് പോലെയുള്ള, ലോക കേരള സഭ പോലെയൊക്കെയുള്ള വെറും ധൂർത്തും ആർഭാടവും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാത്തതുമായ പല പരിപാടികൾ നടത്തും. ഇതിനോടൊക്കെ ജനങ്ങൾക്ക് വലിയ വിപ്രതിപത്തിയുണ്ട്. പിന്നെ ഈ പാവപ്പെട്ട ആശാ വർക്കർമാർ എന്ന് പറഞ്ഞ വിഭാഗക്കാർ എത്രയോ നാളായിട്ട് സമരം ചെയ്തു. ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കാൻ ഖജനാവിൽ ഇല്ലാത്തതുകൊണ്ടല്ല, വെറും ശാഠ്യമാണ്, മറക്കട മുഷ്ടി. ഒരു കാരണവശാലും ഇവർക്ക് 5 പൈസ കൂട്ടി കൊടുക്കില്ല. അതിൻ്റെ കാരണം എന്താ? SUCI എന്ന് പറഞ്ഞൊരു ഇടതുപക്ഷ സംഘടനയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസോ BJP നടത്തിയെങ്കിൽ പിണറായി വിജയൻ പണ്ടേ കൂട്ടിക്കൊടുത്ത്. ഇത് ഈ പാവപ്പെട്ട SUCIക്കാരാണ് ഇവരെ സംഘടിപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ പ്രത്യയശാസ്ത്രപരമായ ഒരു ശാഠ്യം, അല്ലെങ്കിൽ ജാട, അല്ലെങ്കിൽ കഠിനമായ അഹങ്കാരം, ഇതുകൊണ്ടാണ് അവരുടെ പ്രശ്നം തീർക്കാത്തത്. അല്ലാണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല. പൈസ ഇല്ലാത്ത സമയത്ത് എന്തൊക്കെ അനാമത്ത് ചിലവ് നടത്തും, എന്തൊക്കെ തൂർത്ത് നടത്തും, എത്ര ആർഭാടം നടത്തും, അതിനൊക്കെ പൈസ ഉണ്ട്. ഈ പാവങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാനായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല. എന്നാൽ കേന്ദ്രത്തിൽ കൃത്യമായിട്ട് ആ കാര്യം റെപ്രസെൻ്റ് ചെയ്യുമോ, അതും ചെയ്യില്ല. കാരണം ശാഠ്യമാണ്. ഈ അമ്മായിയമ്മമാർക്ക് മരുമക്കളോടുള്ള പോലത്തെ, ഉള്ളതല്ല ഉണ്ടായിരുന്നു എന്ന് നമ്മളൊക്കെ പറഞ്ഞു കേട്ടുള്ള പോലത്തെ ഒരുതരം സമീപനമാണ് ഇവരോട് സർക്കാർ സ്വീകരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ പല പാർട്ടി സഖാക്കളുടെ ഭാര്യമാരൊക്കെ കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിലൊക്കെ അർഹതയില്ലാതെ അല്ലെങ്കിൽ യോഗ്യരായ ആളുകളെ പിന്തള്ളി ജോലി നേടും. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയ ഒരു വിപ്രതിപത്തി അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള വികാരം അവിടെ ഉണ്ട്. പക്ഷേ അത് ഉപതെരഞ്ഞെടുപ്പിലല്ല, പൊതു തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ കൃത്യമായിട്ട് കാണുക. അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് അതിൻ്റെ ആദ്യഘട്ടം കാണാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകിച്ച് UDFിനകത്ത് ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്. PV അൻവർ അവിടെ നിന്ന് ഇട്ടെറിഞ്ഞിട്ട് പോന്നു. ഇട്ടെറിഞ്ഞ് പോകുന്നതിന് ശേഷം ഉണ്ടായ ഒരു സവിശേഷത, അദ്ദേഹം UDFിലേക്ക് പോകുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. UDFുകാർ തന്നെ അങ്ങനെ പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന് UDFുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തതുമല്ല, UDF നേതാക്കൾക്ക് അദ്ദേഹവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തതും, UDFിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം അംഗീകരിക്കാത്ത സാഹചര്യമുണ്ട്. അത് പിന്നീട് ഒരു സ്ഫോടകാത്മകമായ തലത്തിലെത്തി അദ്ദേഹം UDFിനെതിരെ റിബൽ പോലെ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം എത്ര വോട്ട് പിടിക്കും? അദ്ദേഹം പിടിക്കുന്ന വോട്ടിൻ്റെ ഫലമായിട്ട് LDF സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്ന ഒരു സംശയം അവിടെ നിലനിൽക്കും. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. ഒരു കാരണവശാലും അൻവറിന് വഴങ്ങുകയില്ല എന്ന തീരുമാനത്തിലെത്തി. ആ തീരുമാനത്തോട് കോൺഗ്രസിനകത്ത് തന്നെ വിയോജിപ്പുള്ള ആളുകളുണ്ടായിരുന്നു, UDFിനകത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെ നല്ലൊരു വിഭാഗം നേതാക്കന്മാർക്കും അണികൾക്കും അൻവറുമായി ചേർന്ന് പോകണം എന്ന അഭിപ്രായം. പക്ഷേ സതീശൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. തെരഞ്ഞെടുപ്പിൽ വളരെ ഗംഭീരമെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും മാന്യമായ വിജയം UDFിനുണ്ടാകും. അൻവറിൻ്റെ ആ പോരാട്ടം ഏതാണ്ട് 20,000-ൽ താഴെ വോട്ടിൽ ഒതുങ്ങി.
ഈ അൻവർ 20,000-ഓളം വോട്ട് പിടിച്ചിട്ടും LDF-ന് ജയിക്കാൻ കഴിഞ്ഞില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും പിന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച് VD സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നായക പരിവേഷം നേടി എന്നുള്ളത് ശരിയാണ്. സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സാഹസികത ഇഷ്ടപ്പെട്ടു. കാരണം വലിയ റിസ്ക്കാണ് എടുത്തത്. എവിടെയെങ്കിലും ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രചരണത്തിലൊരു പോരായ്മ വന്നിട്ടു ആര്യടൻ ഷൗക്കത്ത് തോൽക്കാന്ന് വെച്ചാൽ ചേലക്കര മണ്ഡലത്തിൽ തോറ്റ പോലെയാണ്. ഇനി പാലക്കാട് തോറ്റെങ്കിൽ അതുപോലെയും ആകുകയില്ല. ഇവിടെ സിറ്റിംഗ് സീറ്റല്ല LDF-ൻ്റെ സീറ്റാണ് എന്ന് പറയുമ്പോഴും ഒരു പരാജയം സംഭവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിൻ്റെ മേൽ പതിക്കുമായിരുന്നു. ജയിച്ചപ്പോൾ അതിൻ്റെ ക്രെഡിറ്റും ഏറെക്കുറെ അദ്ദേഹത്തിന് തന്നെ കിട്ടി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി പദമോഹികളായിട്ടുള്ള മറ്റ് നേതാക്കന്മാർക്കൊക്കെ വലിയ മനപ്രയാസമുണ്ട്, അവർക്കൊക്കെ നെഞ്ചുരുക്കമുണ്ട് എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും സാധാരണക്കാരായ കോൺഗ്രസ്സുകാരുടെ പ്രവർത്തകരുടെയും ഇടത്തരം നേതാക്കന്മാരുടെ ഇടയിൽ സതീശൻ്റെ ഒരു താരമൂല്യം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശൻ്റെ നേതൃത്വത്തിലായിരിക്കും UDF-ഉം കോൺഗ്രസും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന വളരെ വ്യക്തമായ ഒരു നിലയിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും അത് സതീശൻ്റെ ഒരു നേട്ടമാണ് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം അൻവർ 20,000-ഓളം വോട്ട് കിട്ടി എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തെ കൊണ്ടുവരണം എന്ന് പറയുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ മതമൗലികവാദികളുടെ ഉടമസ്ഥയിൽ നടക്കുന്ന ഒരു ടെലിവിഷൻ ചാനലാണ് അൻവറിന് വേണ്ടിയിട്ട് നിരന്തരമായി കുഴലൂതിക്കൊണ്ടിരിക്കും. അപ്പോൾ അൻവറിന് കിട്ടി 20,000 വോട്ട് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അത് സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട SDPI-കാരുടെ വോട്ട്. അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ വളരെ കുറവ് വോട്ടാണ് ഇത്തവണ കിട്ടിയത്. വോട്ടർമാരുടെ എണ്ണം കൂടിയതിന് ശേഷം വോട്ടർമാരുടെ എണ്ണം കൂടുമ്പോൾ വോട്ടിൻ്റെ എണ്ണം കുറയല്ല ചെയ്യേണ്ട, മറിച്ച് അവർക്ക് അവരുടെ താല്പര്യം. പിന്നെ ഈ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിക്കാർ, ലീഗിനകത്ത് തന്നെയുള്ള ആര്യാട വിരോധികളുടെ, ആര്യാട മുഹമ്മദ് മതമൗലികവാദികൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളായിരുന്നു. ലീഗ് വിരുദ്ധനായിരുന്നു. അദ്ദേഹത്തോടും കുടുംബത്തോടും ലീഗുകാർക്ക് കുറച്ച് പേർക്കെങ്കിലും വലിയ ഭാഗ്യമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടാണ്. അപ്പോൾ ഈ വോട്ടിന് കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം എന്ന താല്പര്യപ്രകാരം അൻവറിനെ വീണ്ടും കൊണ്ടുവരണം എന്ന അഭിപ്രായക്കാർ കുറച്ച് പേരെങ്കിലും UDF-ലുമുണ്ട്, കോൺഗ്രസ്സിലുമുണ്ട്. അതിന് രണ്ട് ഉദ്ദേശമുള്ളൂ. ഒന്ന്, അൻവർ പ്രതികരിക്കുന്ന ഈ മതരാഷ്ട്രവാദത്തിൻ്റെ അല്ലെങ്കിൽ മതമൗലികവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ ആ ശക്തികളെ കൂടി സ്വാംശീകരിക്കുക ഒന്ന്. അതിനേക്കാൾ ഉപരി ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചുള്ള അതല്ല പ്രധാനം. അവരുടെ ഉദ്ദേശം VD സതീശനെ താഴ്ത്തി കിട്ടുക എന്നതാണ്. സതീശൻ്റെ ഒരു പ്രഖ്യാപിത ശത്രുവാണെങ്കിൽ പ്രഖ്യാപിത വിരോധിയാണ് അൻവർ എന്നുള്ളത്. സതീശന് ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്നുള്ളത്. ഈ ഐക്യമുന്നണിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുക എന്ന ഒരു കാരണം പറഞ്ഞ് അൻവറിനെ കൊണ്ടുവരാം എന്ന അഭിപ്രായമുണ്ട്. രണ്ടാമത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തീവ്ര മതശക്തികളുടെ താല്പര്യം. അൻവർ ഈ മതശക്തികളെ പ്രതികരിക്കുന്ന ആളാണെന്നല്ല ഞാൻ പറഞ്ഞു. അൻവറിനെ പിന്തുണക്കുന്ന ആളുകളുടെ താല്പര്യം ഇതാണ്. കാരണം എന്താ വെച്ചാൽ അൻവർ ഉയർത്തിയ ഒരു രാഷ്ട്രീയമുണ്ട് ഈ LDF-ൽ നിന്ന് വിട്ടുവരുമ്പോൾ. അത് കേരള പോലീസിലെ കാവ്യവൽക്കരണം, അതായത് RSS-കാരുടെ നിയന്ത്രണത്തിലാണ് പോലീസ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു സിദ്ധാന്തം, ഒരു ഹൈപ്പോത്തസിസ് അൻവർ മുന്നോട്ട് വയ്ക്കും. അപ്പോൾ അത് പറഞ്ഞാലേ അദ്ദേഹത്തിന് അവിടെ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിൻ്റെ പല ഭാഗങ്ങളിലും ഒരു സ്വീകാര്യത കിട്ടും. ഇത് പുറത്തു നിന്ന് ഒരാൾ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. ഇപ്പോൾ VD സതീശൻ പറഞ്ഞാൽ, സണ്ണി ജോസഫ് പറഞ്ഞാൽ, K സുധാകരൻ പറഞ്ഞാൽ, ഇനി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാലും, MK മുനീർ പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കില്ല. കാരണം വെച്ചാൽ അവർ പ്രതിപക്ഷക്കാരായതുകൊണ്ട് എന്തും പറയും എന്ന കാരണത്തിൽ. പക്ഷേ ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന അൻവർ ഇടതുമുന്നണിയിൽ നിന്നുകൊണ്ട് ഈ അഭിപ്രായം ഉന്നയിക്കുക, അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മുന്നണി വിട്ടു പോരേണ്ടി വരും. അപ്പോൾ അൻവറിൻ്റെ വാക്കുകൾക്ക്, അൻവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് ഒരു സ്വീകാര്യത, അതിനെ ഇവർക്ക് ഗുണകരമാക്കണമെങ്കിൽ അദ്ദേഹത്തെ കൂടെ കൂടും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും വെച്ച് അദ്ദേഹത്തെ ഈ മുന്നണിയിൽ ഒരു മുന്നണിയിലും എടുക്കാൻ പറ്റില്ല. LDF-കാർ അദ്ദേഹത്തെ ഈ 9 കൊല്ലം എങ്ങനെ സഹിച്ചു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു, അല്ലെങ്കിൽ 8 കൊല്ലം എങ്ങനെ സഹിച്ചു എന്നുള്ളത്. UDF-ൽ ഇതുപോലെ ഒരാളെ കൊണ്ടുവന്നാൽ പണ്ട് PC ജോർജിനെ കൊണ്ടുവന്നേക്കാളും മോശപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഈ പറഞ്ഞ മതമൗലികവാദികളെയും മതരാഷ്ട്രവാദികളെയൊക്കെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അൻവറിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഒരു ചോദ്യം. ഇനി ഇതിന് മറുവശമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു 11,000 വോട്ടിനാണ്. എങ്കിൽ പോലും CPM-കാരും അതേസമയത്ത് BJP-ക്കാരും അനവരതം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? UDF എന്ന് പറയുന്നത് വർഗീയ ശക്തികളുടെ ഒരു കൂടാരമാണ്. അതിൽ മുസ്ലിം ലീഗുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്,
ഭാഗികമായിട്ടാണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് കൂട്ടും. അപ്പോൾ ഇവരെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഒരു പാകിസ്ഥാൻ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ രാജ്യവിരുദ്ധ താല്പര്യങ്ങളെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയം. അതിന് നമ്മൾ വോട്ട് കൊടുക്കണം എന്ന് ചോദ്യം. അത് മലബാറിൽ മാത്രമല്ല, തിരുവിതാംകൂർ ഭാഗത്തും ഒരു പ്രധാന വിഷയമായിട്ട് വരും. ക്രൈസ്തവർ അതിന് ഏത് രീതിയിൽ സ്വീകരിക്കും, ഹിന്ദുക്കൾ ഏത് രീതിയിൽ സ്വീകരിക്കും, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഈ UDF-ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ പ്രചരണം നടത്തുന്നതിൽ BJP-ക്കാർ മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ CPM-കാരും ഉണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിവിധ സമുദായ സംഘടനകളും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരൊക്കെ ഇതേ ഒരു നറേറ്റീവ് മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരൊക്കെ ചില നിലപാടുകൾ പ്രഖ്യാപിക്കുക, സമീപനങ്ങൾ കൈക്കൊള്ളുക വെച്ചു. അപ്പോൾ UDF-കാർ ഇത്ര വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്നു അവർക്ക് കാര്യം മനസ്സിലായി. ഉടനെ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീറൊക്കെ മെത്രാനുടമകൾ സന്ദർശിച്ച് മതമേലധ്യക്ഷന്മാരുടെ കൈമുത്തി. പക്ഷെ അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല. അവർ ചായയും കാപ്പിയൊക്കെ കൊടുത്ത് സ്വീകരിച്ചു, വാതിൽ വരെ കൊണ്ട് അനുഗമിച്ച് അവർ യാത്രയൊക്കെ ചെയ്തു. പക്ഷേ അതിനപ്പുറത്തേക്ക് യാതൊരു നേട്ടവും ഉണ്ടായില്ല. അതാണ് ഈ ഭരണം നഷ്ടപ്പെടാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്കുള്ള സാമുദായിക ധ്രുവീകരണത്തിലേക്ക് സംസ്ഥാനം പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഭരണമരത്തിൽ മാത്രം നിൽക്കുന്നതല്ല, നമ്മുടെ ദൈനംദിന അടിസ്ഥാനത്തിൽ ജീവിതത്തെ തന്നെ ഒരുപക്ഷെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാവുന്ന ഒരു തലത്തിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കഴിഞ്ഞ ദിവസം തൊട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ മതസംഘടനകൾ രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇടപെടൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. SDPI നടത്തുന്ന ഇടപെടലിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. SDPIയെ രാഷ്ട്രീയ മുഖമാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടു, SDPIയെ സമ്മർദ്ദ ശക്തിയായി വളർത്തുവാൻ ലക്ഷ്യമിട്ടു. ഇത്തരത്തിൽ ഉള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ശരിയായിട്ടുള്ള കാര്യമല്ല. റിപ്പോർട്ട് ഇപ്പോഴേ വന്നുള്ളതുള്ളൂ. നമുക്ക് നേരത്തെ തന്നെ അറിയുന്ന കാര്യമാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് അഥവാ SDPI എന്നൊക്കെ പറഞ്ഞത് തീവ്രവാദ സംഘടന. തീവ്രവാദം എന്ന് പറഞ്ഞാൽ പോരാ, ഭീകരവാദ സംഘടനയാണ്. ഭീകരവാദമാണ്. ഭീകരവാദവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഭീകരപ്രവർത്തനം നടത്തുന്ന വിധ്വംസക ശക്തികളാണ്. അവർ കൊല്ലാനുള്ള ആളുകളുടെ എന്താണ് ഒരു 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 ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയൊക്കെ കൃത്യമായിട്ട് പടം വരച്ച് ആസൂത്രണം ചെയ്ത പാർട്ടീസ്. ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അവർ തന്നെ പല നേതാക്കന്മാരും ഈ പെരുവഴിയിലൊക്കെ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടില്ല. ഇവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, അയാളുടെ ഭാര്യയ്ക്ക് എവിടെയാണ് ജോലി ഞങ്ങൾക്കറിയാം, കുട്ടികൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞങ്ങൾക്കറിയാം, അയാളുടെ ഭാര്യ വീട്ടിലെ വഴിയും വീട് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, സ്വന്തം വീട് എവിടെയെന്ന് ഞങ്ങൾക്കറിയാം, അയാൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങൾക്കറിയാം എന്നൊക്കെ പ്രസംഗിക്കേണ്ട ഉദ്ദേശം എന്താ? അതിൻ്റെയൊക്കെ ആകത്തുകയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ പോലീസിനകത്ത് തന്നെ ഇവർക്ക് ഒറ്റുകാരുണ്ട് എന്നുള്ളത് പ്രസിദ്ധമായിട്ടുള്ള കാര്യം. ഒരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്തപ്പോൾ, ഒരു പോലീസുകാരനെ പിടിച്ചപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ രേഖ അനുസരിച്ചിട്ടാണ് തീവ്രവാദികളുമായിട്ടുള്ള ബന്ധം മനസ്സിലായത്. അയാളുടെ ഫോണിൽ നിന്ന് പോകുന്ന മെസ്സേജ് ഏതേത് RSS നേതാക്കൾക്കാണ് പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളത് എന്ന കാര്യമൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുപോലെ സമീപകാലത്ത് ഒരു വനിതാ പോലീസുകാരി ഏതായാലും നമുക്കറിയാം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. പോലീസിൻ്റെ അകത്ത് ഇവരുടെ ഒറ്റുകാരുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്പോൾ അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ടാണ് NIA-കാരെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇപ്പോൾ കേരള പോലീസിനെ അറിയിക്കുക പോലും ചെയ്യാതെ രാഖി രാമാനം വന്ന് വാതിൽക്കൽ തട്ടി വിളിച്ച് ഇവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശക്തികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള പിന്തുണ UDF-നാണ്. അതാണ് UDF-ൻ്റെ ഒരു വലിയ പരാതി. അവരുടെ പിന്തുണ ഇല്ലാതെ തന്നെ അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാവുന്ന ഒരു സാഹചര്യം ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പോലും ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ പിന്തുണ പല തെരഞ്ഞെടുപ്പുകളിലും UDF-ന് കിട്ടിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ LDF-ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇവരുടെ വോട്ട് കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. മാങ്കൂട്ടം ജയിക്കുന്നു എന്ന ഘട്ടത്തിൽ ഔപചാരികമായ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് പാലക്കാട് ടൗണിൽ പടക്കം പൊട്ടിച്ച് ചെണ്ടമേളത്തോടി പ്രകടനം നടത്തിയത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്. അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ, കോൺഗ്രസ്സുകാരെക്കാളും മുമ്പ് SDPI-ക്കാർ ആഘോഷിക്കുന്നു എന്ന് പറയാം. അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത് പാലക്കാട്ട് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സംഭവമല്ല. ഇപ്പോൾ നിലമ്പൂർ ആ രീതിയിൽ ഉണ്ടായില്ല. അവിടെ ജമാഅത്തെ ഇസ്ലാമി തൊട്ട് അങ്ങോട്ടുള്ളൊരു പിന്തുണ പ്രഖ്യാപിച്ചു. കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിനോട് വലിയ എതിർപ്പുള്ള ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നിട്ട് ഇവരുടെ വോട്ട് അദ്ദേഹത്തിന് ഈ ഷൗക്കത്തിന് കിട്ടില്ല.
നേരെ മറിച്ച് ആ വോട്ടുകൾ പോയിട്ടുള്ള അൻവറിലേക്കാണ്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കും. ഈ സന്ദർഭത്തിൽ UDF എങ്ങനെ എന്ത് സമീപനം സ്വീകരിക്കും? ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം ഇനി തുടരുമോ? അതോ ഇനി മേലിലും അവരുടെ തോളിൽ തന്നെ കൈയിട്ടുകൊണ്ട് നടക്കും? ഇനി 1-2 സീറ്റ് ലീഗിന് കൊടുത്തിട്ട് ലീഗ് മുഖേന അത് ജമാഅത്ത് ഇസ്ലാമിക്ക് മറിച്ചു കൊടുക്കാനുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും, ഒരു ധാരണ ഉണ്ടാവും, നമുക്കറിയില്ല. പണ്ട് PDP ഉള്ള കാലത്ത് മഹാനായ AK ആൻ്റണിയാണ് UDFൻ്റെ നേതാവ്. അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം ഈ PDP-കാരനായ ഒരാൾക്ക് മത്സരിക്കാൻ കൊടുത്തു. പക്ഷേ ഫലം ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരും ഈ സ്ഥാനാർത്ഥി അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അവർ റിബലായി മത്സരിച്ച് MA വാഹിദിന് കൂട്ടിയിരുന്നു. എന്നിട്ട് വാഹിദ് ജയിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളും ഇതിനകത്തുണ്ട്. പരസ്യമായ സൗഹൃദം ആരായിട്ടാണ്, രഹസ്യമായിട്ടുള്ള കൂട്ടുകെട്ട് ആരുമായിട്ടാണ് എന്നൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് എനിക്ക് തോന്നുന്നു. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവർ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനെ തടയിടേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ബാധ്യത കൂടിയാണ് എന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ അന്വേഷണ ഏജൻസികൾ എത്രത്തോളം കാര്യക്ഷമമായി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകും എന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്തം വേറൊന്നാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമാണ്. അതെ. അന്വേഷണ ഏജൻസികൾ ഈ പ്രശ്നം ഗുരുതരമായി എടുത്തുകൊണ്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ടിനെയും അതിൻ്റെ അനുബന്ധ സംഘടനകളെയൊക്കെ നിരോധിച്ചത്. അതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ ഒരാഴ്ച മുമ്പ് തന്നെ തൂക്കിയെടുത്തോണ്ട് പോയി. അവരുടെ സംഘടന നിരോധിച്ചതിന് ശേഷം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന കിട്ടൂല, അവരൊക്കെ വിട്ടുകളെ. ചിലരൊക്കെ വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത പോലും. അപ്പം അങ്ങനെ ഒരു സാധ്യത ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന പോലീസിന് വിശ്വാസത്തിലെടുക്കാതെ, സംസ്ഥാന പോലീസിനെ അറിയിച്ചാലും ഇത് തന്നെ സംഭവിക്കും, വളരെ കൃത്യമായ ആസൂത്രണത്തോട്ട് ഒരു സംഘം ഉദ്യോഗസ്ഥർ വിമാനത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങി ആർക്കും ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വീട്ടിൽ ചെന്ന് രാത്രി 2:45 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് തട്ടി വിളിച്ച് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താനായിട്ട് നമ്മുടെ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഇവരുടെ ഉപദ്രവം താരതമ്യേന കുറഞ്ഞിരിക്കുന്നത്. സംഘടന ഇല്ലായ്മ ചെയ്തതെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ പ്രധാന നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും കുറേ പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതുകൂടി തൽക്കാലത്തേക്ക് ഇവരുടെ പ്രവർത്തനം മന്ദീഭവിച്ചിരിക്കുക. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതെ. ഇപ്പോൾ UDF വിപുലീകരിക്കുമെന്നാണ് അതിൻ്റെ നേതാക്കൾ പറയുന്നത്. ആരെയൊക്കെ ഉൾപ്പെടുത്തിയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തോന്നുന്നു. അതെ, ഇപ്പോൾ പ്രധാനമായിട്ട് സംഘടിപ്പിക്കാവുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഇപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ഇടതുപക്ഷ മുന്നണിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ നിൽക്കുക, അല്ലെങ്കിൽ അൻവറിൻ്റെ ഗ്രൂപ്പിന് എടുക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഈ ഐക്യമുന്നണിയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ജോസ് കെ മാണി സംഘവും ചില മെത്രാന്മാരുടെ താല്പര്യം കൂടി മുൻനിർത്തിയാണ് എങ്കിൽ പോലും LDFിലേക്ക് പോയി. അവിടെ അവർക്ക് ഒരു വിചാരിച്ച പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ അവർ മുമ്പ് അനുഭവിച്ച പോലെ വലിയൊരു സ്വീകരണമൊന്നും കിട്ടിയില്ല എന്നുള്ളത് സത്യം. അങ്ങനെ ഉള്ള ആ പാർട്ടി അവർക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട അക്കോമഡേഷൻ UDFിൽ കിട്ടും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് വേണമെങ്കിൽ UDFിലേക്ക് വരാം. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അല്ല, ഇതിപ്പോൾ വേറൊന്ന് കേൾക്കുന്നത് CPIയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പണ്ട് CPI കോൺഗ്രസുമായി സഹകരിച്ചിട്ടുണ്ടല്ലോ, ഇനിയും അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടാവുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങേക്ക് തോന്നുന്നുണ്ടോ CPI മറിച്ച് ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന്, അതായത് UDFിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന്? അങ്ങനെ പോകാൻ യാതൊരു സാധ്യതയില്ല. കോൺഗ്രസുമായിട്ട് ചേർന്ന് ഭരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് വിചാരിക്കുന്ന കുറേ CPIക്കാരെങ്കിലും ഉണ്ട്. പക്ഷെ അവരാരും തന്നെ ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കി അവരുമായിട്ട് അവരുടെ മുന്നണിയിൽ ചേരുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇത് അഖിലേന്ത്യാ തലത്തിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. CPMുമായിട്ടുള്ള സഖ്യം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഭട്ടിൻ്റെ കോൺഗ്രസ് ചർച്ച ചെയ്ത് എത്തിച്ചേർന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അത് തിരുത്തണമെങ്കിൽ പാർട്ടി കോൺഗ്രസ്സിൽ പോയിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ നേതാക്കന്മാർക്ക് തന്നെ ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനോ നയം മാറ്റാനോ പറ്റില്ല. മറുവശത്ത് നോക്കുമ്പോൾ LDFിലേക്ക് നോക്കുമ്പോൾ ഗോവിന്ദൻ മാഷ് നടത്തിയ പരാമർശത്തിനെതിരെ വിമർശനം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വോട്ടെടുപ്പിന് തൊട്ട് തലേ ദിവസം അദ്ദേഹം RSSുമായുള്ള ബന്ധം സംബന്ധിച്ചുള്ള കാര്യം പറയുകയുണ്ടായി. ഇപ്പോൾ LDFിൽ ഏത് തരത്തിലെങ്കിലുമുള്ള മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അവിടെ അണികൾക്കിടയിൽ വലിയ രീതിയിൽ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അല്ല, അണികൾക്കിടയിൽ അതൃപ്തിയുണ്ട്. പാർട്ടി അനുഭാവികളുടെ ഇടയിലും സഹയാത്രികരുടെ ഇടയിലും ഇടതുപക്ഷത്തിന് സാധാരണ വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഇടയിലൊക്കെ അതൃപ്തിയുണ്ട്. അത് ഈ ആശാസമരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട്
അല്ലെങ്കിൽ ക്രമസമാധാന പരിപാലനത്തിൽ കോൺഗ്രസ് അല്ല നമ്മുടെ പോലീസ് വരുത്തുന്ന വലിയ വീഴ്ചയെക്കുറിച്ചിട്ടുള്ള എതിരഭിപ്രായമാണ്. അല്ലാതെ ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം. ഗോവിന്ദൻ മാഷ് പറഞ്ഞതിൽ വസ്തുതാപരമായിട്ട് ഒരു തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. പക്ഷെ അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞപ്പോൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അത് ഗോവിന്ദൻ മാഷ് അസത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെ. പക്ഷെ അത് ആളുകൾ ആ രീതിയിൽ ഉൾക്കൊണ്ടില്ല. അല്ലെങ്കിൽ മറിച്ചുള്ള പ്രചരണം വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് ഈ ആളുകളുടെ വലിയ ഒച്ചയിലും ബഹളത്തിലും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുങ്ങിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അല്ല, ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചർച്ച ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഗോവിന്ദൻ മാഷ് നടത്തിയ പരാമർശം വലിയ രീതിയിൽ തിരിച്ചടിയായി എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ബോധപൂർവം ഗോവിന്ദൻ മാഷിനെതിരെ ആക്രമണം നടത്തുന്നതായിരിക്കുമോ? അല്ല, പരാജയത്തിൻ്റെ ഒരു കാരണം പറയണ്ടേ. പരാജയത്തിന് ഇമ്മീഡിയറ്റ് കോസ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ് കോസിൽ നിന്ന് രക്ഷപ്പെടാം. ഭരണം പരാജയമാണെന്ന് LDF ഏതെങ്കിലും പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കില്ല. ഭരണം പരാജയമാണെന്ന് നമുക്കറിയാം, പക്ഷെ പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പാർട്ടി വേറെ ചില ബലിയാടുകളെ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയൻ കമ്മിറ്റി പോയിട്ട് പറയുകയാണ്, സഖാക്കളെ, എൻ്റെയും എൻ്റെ സംഘത്തിൻ്റെയും ഭരണം വളരെ മോശമായതുകൊണ്ട് നാട്ടുകാർ നമുക്കെതിരായി, അവർ നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ എതിർ പാർട്ടിക്ക് വോട്ട്, അതുകൊണ്ടാണ് നമുക്ക് തിരിച്ചടി ഉണ്ടായതെന്ന് അദ്ദേഹം പറയില്ലല്ലോ. അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഏതെങ്കിലും മന്ത്രിക്ക് എഴുന്നിട്ട് ഞങ്ങളുടെ ഭരണം വളരെ മോശമാണ്, നാട്ടുകാരിപ്പോൾ ഞങ്ങൾ കണ്ട ഓടിച്ചിട്ട് തരും, നമുക്ക് വോട്ട് ചെയ്ത സഖാക്കൾ പോലും നമുക്ക് നമ്മളോടിപ്പോൾ വിരോധികളായി മാറിയിരിക്കും എന്നല്ലേ പറയാം. ചെറിയൊരു കാര്യം നോക്കിയാൽ മതി. ഈ സർവീസ് വോട്ടർമാരുടെ വോട്ട് ആർക്കാ കിട്ടിയെന്ന് നോക്കി. ശരിയാണ്, കൂടുതൽ വോട്ട് കിട്ടിയത് ഷൗക്കത്തിനാണ്. അതിനേക്കാൾ വളരെ കുറഞ്ഞ വോട്ടേ സ്വരാജിന് കിട്ടിയുള്ളൂ. മാത്രമല്ല, അന്യഥാ സർവീസ് വോട്ട് തീരെ കിട്ടാൻ സാധ്യത കുറഞ്ഞ 2 സ്ഥാനാർത്ഥികൾക്ക്, ഒന്ന് BJP സ്ഥാനാർത്ഥി, മറ്റത് അൻവർ, അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പോസ്റ്റൽ വോട്ട്. അല്ല, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് LDF ഉറപ്പായിട്ട് കിട്ടേണ്ടതല്ലേ. NGO യൂണിയൻകാരുടെ വോട്ട്, ഗസറ്റഡ് ഓഫീസർ അസോസിയേഷൻ്റെ വോട്ട്, ആ വോട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാ? അപ്പോൾ സംഗതി കാലത്തിൻ്റെ ചുമരെടുത്ത് വളരെ വ്യക്തമാണ്. സർവീസ് വോട്ടർമാർ ചെയ്യുന്നില്ല, ഗ്രാമത്തിലെ വോട്ടർമാർ ചെയ്യുന്നില്ല, ഇടത്തരം പട്ടണങ്ങളിലെ ആളുകൾ വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വിപ്രതിപത്തി ഉണ്ടാകും. വേറൊരു കാര്യം, ചില വൈകാരിക വിഷയങ്ങൾ വോട്ടിങ്ങിനെ ബാധിക്കാറുണ്ട് തിരഞ്ഞെടുപ്പിൽ. അങ്ങ് ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ഈ പ്രളയകാലത്തെ പിരിച്ചെടുത്ത തുക വിനിയോഗിക്കുന്ന കാര്യത്തിലുണ്ടായിട്ടുള്ള വീഴ്ച, അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദം. ഇപ്പോൾ നമ്മുടെ ഈ ചൂരൽമര വയനാട്ടിലെ ഉരുൾപൊട്ടൽ, അതിനുശേഷം 750 കോടി രൂപ പിരിഞ്ഞു കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ഈ ദുരന്തത്തിന് ഇരയായവർ എല്ലാ തരത്തിലുമുള്ള കഷ്ടപ്പാടുകൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് നൽകാവുന്ന പല കാര്യങ്ങളും കിട്ടാത്തൊരു സാഹചര്യവുമുണ്ട്. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ സർക്കാരിനെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ തിരിഞ്ഞു കൊത്തുന്ന ഒന്നായിരിക്കില്ലേ? അത് തീർച്ചയായിട്ടും തിരിഞ്ഞു കൊത്തുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സാധാരണ രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമോ കോട്ടമോ ചർച്ചാ വിഷയമാവില്ല, കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാന വിഷയമായിട്ട് മാറി. ഈ മറിയക്കുട്ടി എന്ന് പറഞ്ഞ ഒരു വയോധികയായ സ്ത്രീ ഭിക്ഷാപാത്രവും എടുത്ത് തെരുവിൽ തെണ്ടിട്ട് വന്ന സാഹചര്യം. അതേ സമയത്ത് തന്നെ ഇതിന് പാരലായിട്ട് ഈ ഖജനാവിൽ നിന്ന് വലിയ സംഖ്യ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ കെട്ടുകാഴ്ച, നവകേരള സാസ് 140 മണ്ഡലങ്ങളിൽ പോയിട്ട് മന്ത്രിമാർ അവരുടെ ആത്മപ്രശംസാപരമായ പ്രസംഗങ്ങൾ നടത്തും. ആളുകൾ പരിഹസിക്കില്ലേ, പുച്ഛിക്കില്ലേ? കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ടാണെങ്കിൽ പോലും കാർക്കിച്ച് തുപ്പും. അത് നമ്മുടെ മന്ത്രിമാർക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങൾ ഇവരുടെ അടുത്താണെങ്കിൽ അവരുടെ മുഖത്തേക്ക് തുപ്പും. ആ നിലയിലാണ് ഭരണം പോകുന്നത്. പിന്നെ പ്രതിപക്ഷത്തുള്ള ആളുകൾ ഇതിനേക്കാളും കിഴങ്ങന്മാരായതുകൊണ്ടും പ്രാപ്തിയില്ലാത്തവരായതുകൊണ്ടും മഫന്മാരായതുകൊണ്ടും ആളുകൾ നിവൃത്തിയില്ലാതെ പിന്നെ ഇവരെ തന്നെ ജയിപ്പിക്കേണ്ടി വരും. അത്ര വ്യത്യാസം. ശരിയാണ്. അതാണ് ഈ 3ാം ടേം ലക്ഷ്യമിട്ട് പോവുകയാണ്. അത്തരത്തിലൊരു പ്രചാരണവും നടത്തുന്നുണ്ട്. എനിക്കൊന്നും അതൊരു വ്യക്തമായ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നടത്തുന്നതാണെന്ന് തോന്നുന്നു. മറുവശത്ത് ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും UDF നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ VD സതീശൻ്റെ ചോരയ്ക്ക് വേണ്ടി ഇപ്പോഴും മുറവിളി കൂട്ടുന്നവർ ഉണ്ട് ആ മുന്നണിയിൽ എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ എന്നുള്ളതാണ്. സ്ഥാനമോഹികൾ നിറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള വിഷയങ്ങൾ എടുത്തു കാട്ടി പിണറായി വിജയൻ എന്ന തന്ത്രശാലിക്ക് ഈ UDF വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇമ്മീഡിയറ്റായിട്ട് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിലവിലെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാജിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ എടുത്തു കാട്ടി അദ്ദേഹം പലപ്പോഴും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മിടുക്കനാണ്. അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു വലിയ ഗിമ്മിക്കിന് ഇപ്പോൾ നിലയ്ക്ക് സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
പഴയ പോലെ അല്ല. ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളൊക്കെ വളരെ സജീവമായതുകൊണ്ട് ജനങ്ങൾ അപ്പോഴപ്പോൾ തന്നെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ തോതിലുള്ള ഉടായിപ്പ് പരിപാടികളൊന്നും ഇനിയുള്ള കാലത്ത് ചിലവാകില്ല. അപ്പോൾ അതെല്ലാവർക്കും തുല്യ നിലയിൽ ബാധകമാണ്. BJPക്കും കോൺഗ്രസിനും ലീഗിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും മറ്റെല്ലാ പാർട്ടികൾക്കും തുല്യ നിലയിൽ ഉറപ്പുള്ള ഒരു കാര്യമാണ്. വോട്ടർമാരെ പറ്റിക്കാൻ പഴയ പോലെ ഇനി പറ്റുകയില്ല. അങ്ങയുടെ നിരീക്ഷണത്തിനനുസരിച്ച് ഈ വരാൻ പോകുന്ന ഈ നിലമ്പൂരിനും ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടയിലുള്ള ഈ ചെറിയ സ്പേസിൽ നിലവിൽ ഈ ഇരു കൂട്ടർക്കും ഒരുപോലുള്ള ഒരു ചാൻസ് ആണോ, 50-50 ചാൻസ് ആണോ ഉള്ളത്? അല്ല, അത് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയ ചിത്രം വ്യക്തമായിട്ടില്ല. പിന്നെ വൈകാരികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഏത് രീതിയിൽ തിരിയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ വൈകാരികത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകൾ എല്ലാ കാര്യങ്ങളും ഇന്നെ പൊന്നു തൂക്കുന്ന പോലെ കൃത്യമായിട്ട് ആ ഒരു ത്രാസിൽ വെച്ച് തൂക്കിയിട്ടല്ല ചെയ്യുക. അവർ കുറച്ചൊക്കെ ഇമ്പൾസീവായിട്ട് ഈ വിഷയത്തെ സമീപിക്കും, ഇമോഷണലായിട്ട് സമീപിക്കും. അപ്പോൾ 1-2 ഘടകങ്ങൾ മാത്രമേ അവർക്ക് കൺമുമ്പിൽ തെളിഞ്ഞ് കാണുകയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ 30 വിഷയങ്ങളുണ്ടാവും. പക്ഷെ 1-2 വിഷയത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ചുരുക്കപ്പെടും. എന്നിട്ട് വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഏത് കൂട്ടർ കൂടുതൽ മുമ്പോട്ട് വരും അതുള്ളതനുസരിച്ചിട്ടാണ് വിധി. ഒരു ചോദ്യം കൂടി, അതായത് ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണം അത്ര കണ്ട് വിജയിച്ചില്ല എന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട്. പക്ഷേ അവർ കഴിഞ്ഞ പ്രാവശ്യം നേടിയ വോട്ടിനോളം അല്ലെങ്കിൽ അതിനോട് നേരിയ രീതിയിലുള്ള വ്യത്യാസം മാത്രമാണ് ഇക്കുറി ഉള്ളത്. അവരുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ ഇതുകൊണ്ട് വിലയിരുത്താറായിട്ടുണ്ടോ, അതോ ഇനി കുറച്ചുകൂടി സമയം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണോ? അല്ല, അതിപ്പോൾ അവരുടെ പാർട്ടിയാണല്ലോ തീരുമാനിക്കാം. ഒന്നുമില്ലെങ്കിൽ അമിത്ഷായും നരേന്ദ്രമോദി ഒന്നും കാണാതെ ഒരാളെ ഇങ്ങോട്ട് പ്രസിഡൻ്റായിട്ട് അയക്കില്ല. ഇദ്ദേഹത്തെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും, ചിലതൊക്കെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും എന്നവർക്ക് ബോധ്യമുള്ളവരാണ് ഇദ്ദേഹത്തെ അയച്ചത്. ഒരു കാര്യം. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻ്റൊക്കെ ആയിരിക്കും വെച്ചാൽ വേറൊരു രീതിയിൽപ്പെട്ട ആളുകളാണ് സാധാരണ വരാറുള്ളത്. ഇത് തന്നെ ഒരു വലിയ പരീക്ഷണം എന്ന രീതിയിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതെ, അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. വെറുതെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ആ പോസ്റ്റ് അടിപ്പിക്കാം, അതിലെഴുതുക, അതിനൊക്കെ പണം വേണ്ടേ? അതെ. അങ്ങനെ ഒന്നും ചെയ്യാതെ മാന്യമായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാം. നമുക്ക് സ്ഥാനാർത്ഥിയില്ല. പലപ്പോഴും BJP അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രവർത്തകർക്ക് മനസാക്ഷി വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമാനം. പക്ഷേ അതിന് പകരം ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ തന്നെ ക്രിസ്ത്യൻ വിവാദത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് മത്സരിക്കും. പക്ഷേ വോട്ട് കുറഞ്ഞു പോയില്ല, അത് തന്നെ വലിയ പ്രധാനം. അതെ അതെ, ഏതാണ്ട് അതിനോളം അതാണ് ഒരു വിശേഷം നമുക്ക് പറയാം. അത് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. കാരണം 2 പ്രധാനപ്പെട്ട മുന്നണികളും 2 പ്രധാന സ്ഥാനാർത്ഥികളും തമ്മിൽ വലിയ മത്സരം നടക്കുമ്പോൾ BJPക്ക് സാധാരണയിൽ വലിയ റെലവൻസ് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ സാന്നിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ. എന്തായാലും നമുക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അല്ലേ? തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയം. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആവേശകരമായ പോരാട്ടം നടക്കും എന്ന് നമുക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ പറയാൻ സാധിക്കും എന്നുള്ളതാണ് അഡ്വക്കേറ്റ് A. ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട തിരഞ്ഞെടുപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ നടന്ന പോരാട്ടങ്ങളെ ഒരു ചൂണ്ടുപലകയായി നമ്മൾ കാണേണ്ടതുമില്ല. പക്ഷേ ഈ ജാതി സംഘടനകൾ ഉയർത്തി വയ്ക്കുന്ന വെല്ലുവിളികൾ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വരും നാളുകളിൽ വലിയ ആശങ്ക വിതയ്ക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.